ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന തൻ്റെ മകളും മരുമകളും തങ്ങളുടെ വീട്ടിലേക്ക് വന്നു എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ് മധുസൂദനും മഹിമയും. ഇതേ സമയം തന്നെ റൂമിൽ വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കേണ്ട വർഷ. പെട്ടെന്നാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്തിന് വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ മുഖത്ത്. കാരണം തൻ്റെ അച്ഛൻ ഫോൺ വിളിച്ചിട്ട് അച്ഛനോടൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും ശ്രീകാന്തിന് കഴിഞ്ഞില്ല. അങ്ങനെ വർഷയെ വന്ന് വിളിക്കുന്ന സമയത്ത് വർഷ അപ്പോഴും ഗെയിമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ദേഷ്യം വന്നത് വർഷയുടെ ഫോൺ വലിച്ചെറിയുന്നുണ്ട് ശ്രീകാന്ത്. ആ ഒരു സമയത്ത് വർഷ ചോദിക്കും, നീ എന്താ ശ്രീകാന്ത് എൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നിന്റെ ഫോൺ വലിച്ചെറിയല്ലേ വേണ്ട, ഫോൺ കൊണ്ട് ചൂടുവെള്ളത്തിൽ കൊണ്ടുവരണം, ഞാൻ വന്നിട്ട് നീ അറിഞ്ഞതും കൂടി ഇല്ലല്ലോ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന നേരത്ത് വർഷ പറയുന്നത്, നീ വന്നതും ഞാൻ അറിഞ്ഞു, എന്നെ തൊട്ടതും ഞാൻ അറിഞ്ഞു, പറഞ്ഞതും ഞാൻ കേട്ടു, നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ ഭയങ്കര സങ്കടത്തിലാണെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ അച്ഛന് സങ്കടം ഇല്ലാതിരിക്കും, അത്രയും പേര് മുന്നിൽ വെച്ചല്ലേ എൻ്റെ അച്ഛനെ നിങ്ങളുടെ ഏട്ടൻ തല്ലിയത് എന്ന് ചോദിക്കുന്ന സമയത്ത്, നിന്റെ അച്ഛൻ്റെ കാര്യമല്ല, ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞത്, അച്ഛൻ എന്നെ വിളിച്ചിരുന്നു, അങ്ങോട്ടേക്ക് നമ്മൾ വരാത്തതിൻ്റെ പേരിൽ അച്ഛന് ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറയുമ്പോൾ, ഓഹോ, നിനക്ക് നിന്റെ അച്ഛൻ്റെ കാര്യത്തിലല്ലേ സങ്കടമുള്ളൂ, എൻ്റെ അച്ഛൻ എന്ത് പറ്റിയാലും നിനക്കൊരു കുഴപ്പമില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ വർഷ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെയല്ല പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തായാലും വീട്ടിലേക്ക് പോകണം, വീട്ടിലേക്ക് ചെന്നേ മതിയാവും, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും, അതിന് നമുക്ക് വീടില്ലല്ലോ ശ്രീകാന്ത് എന്ന് വർഷ പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നത്, അതല്ല എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്ക്, എൻ്റെ വീട് അതിന് നിനക്ക് സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ, നമ്മൾ സ്വന്തമായിട്ടൊരു വീട് ലോൺ എടുത്ത് പണിയാമെന്നല്ല പറഞ്ഞത്, അതുവരെയൊക്കെ നിനക്ക് വിടുന്ന വീട് എന്നൊക്കെ വർഷ കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ പറയാം, ഞാൻ പറഞ്ഞു നമ്മൾ താമസിച്ചു നമ്മുടെ അച്ഛനും അമ്മയും താമസിച്ചുകൊണ്ട വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും, ഓ അതാണ്, അതായത് ശ്രീകാന്തിൻ്റെ സ്വന്തം വീടിലല്ലോ, ശ്രീകാന്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീടല്ലേ, പിന്നെ എങ്ങനെയാണ് ശ്രീകാന്തിൻ്റെ സ്വന്തം വീടാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്ത് ഒരു കണക്കിന് നമ്മുടെ വർഷയെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്തിൻ്റെ ഏട്ടനുള്ള വീട്ടിലേക്ക് താൻ തിരികെ വരികയില്ല. ശ്രീകാന്തിന് ഇഷ്ടമാണെങ്കിൽ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയുകയാണ് വർഷ. അവസാനം ദേഷ്യപ്പെട്ട് തന്നെ ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ദേഷ്യപ്പെട്ട് ശ്രീകാന്തിനോട് സംസാരിച്ചതിൻ്റെ പേര് നമ്മുടെ വർഷയ്ക്ക് ചെറുതായിട്ടാണെങ്കിൽ വേദനിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ഇപ്പോൾ മധുസൂദനോടായിട്ട് മഹിമ പറയുന്നുണ്ട്, ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, നമ്മുടെ പ്ലാനിംഗ് ഒന്നും തന്നെ ഏക്കാത്തത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ പ്ലാനിങ് വർക്കൗട്ടായി, നമ്മുടെ മോളും മരുമകനും നമ്മുടെ വീട്ടിലെത്തി എന്നൊക്കെ തന്നെ മധുസൂദനോടായിട്ട് മഹിമ പറയുകയാണ്. അങ്ങനെ വളരെയധികം സന്തോഷത്തോடு തന്നെ മഹിമ അകത്തേക്ക് കയറി പോകണം. ഈ ഒരു സമയത്താണ് ശ്രീകാന്ത് താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുന്ന സമയത്ത് ഉമ്മറത്തായിട്ട് നമ്മുടെ മധുസൂദനൻ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ശ്രീകാന്ത് ഒന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാണുമ്പോൾ തന്നെ മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, ആ മോനത് എങ്ങോട്ട് രാവിലെ തന്നെ, മോൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോന് വിശന്നാലും അവൻ എങ്ങനെ പറയും, അതുപോലെയുള്ള സംഭവങ്ങളല്ലേ അവിടെ ഉണ്ടായത്, ഇന്ന് സന്തോഷിച്ചിരിക്കേണ്ട ദിവസങ്ങളല്ലായിരുന്നു എന്നൊക്കെ മഹിമ പറയുന്ന നേരത്ത്, അതെ അതെല്ലാമാണ് അവൻ വന്ന് നശിപ്പിച്ചത്, അവനെ പോലെ ഒരു പിശാച് ആ വീട്ടിൽ തന്നെ വന്ന് പറഞ്ഞില്ല, അവൻ കാരണമാണ് ചടങ്ങ് അലങ്കോലമായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് മധുസൂദനൻ. ഇത് കേട്ടുകൊണ്ട് തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനെ മാത്രം കുറ്റമായിട്ട് കാര്യമില്ല, അങ്കിളും ഇതിനകത്ത് കുറ്റക്കാരനാണ്, സത്യം എന്താണെന്ന് അറിയാതെയല്ലേ എൻ്റെ ഏട്ടത്തിയമ്മയെ സംശയിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എന്നിരുന്നാൽ അവൻ തല്ലാമായിരുന്നു, ഒന്നുമില്ലെങ്കിൽ പ്രായത്തിൽ ഇങ്ങനെ ബഹുമാനിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ മഹിമ നമ്മുടെ മധുസൂദനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രമാണ് അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുക, അത് ബഹുമാനമായാലും എന്തായാലും എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ സച്ചി ചെയ്ത് തെറ്റാണെങ്കിലും സച്ചിനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് മധുസൂദനാണെന്നും അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മധുസൂദനെ കുറ്റപ്പെടുത്തിയിട്ടും കൊണ്ടാണ് കേട്ടോ ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നത്. ശ്രീകാന്ത് പോയതിൻ്റെ തൊട്ടുപുറകെ തന്നെ മധുസൂദനൻ മഹിമയോടായിട്ട് പറയുന്നത്, ഇവൻ എന്തായാലും ഇങ്ങനെ എന്ന് ചോദിക്കുന്ന സമയത്ത്, എന്തൊക്കെ പറഞ്ഞാൽ അവൻ നല്ലവനാണ്, അവൻ നമ്മുടെ വർഷമോക്ക് നന്നായിട്ട് ചേരും, അവനെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടി നമ്മുടെ മോളുടെ ഭാഗ്യമാണ് എന്നൊക്കെ മഹിമ പറയുകയാണ് കേട്ടോ. അതിനുശേഷം മധുസൂദനൻ പറയുന്നത്, എന്നാൽ എത്രയും വേഗം തന്നെ ഇവർ രണ്ടുപേരും നമ്മുടെ വീട്ടിൽ മാത്രമായിട്ട് പിടിച്ചു നിർത്തണം, അതിനുള്ള തന്ത്രങ്ങളും കൂടി തയ്യാറാക്കാമെന്നൊക്കെ മഹിമയോട് പറയുകയാണ്. ഇതേ സമയം തന്നെ ചന്ദ്ര വീട്ടിലാകട്ടെ ആകെ ടെൻഷനിലിരിക്കാനുണ്ടോ. സച്ചി എല്ലിയതും മധുസൂദനൻ പറഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് രവി വരുന്നത്. രവി വന്ന ഉടനെ തന്നെ കാര്യം തിരക്കുന്ന സമയത്ത്, എനിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല, അതുപോലെയല്ല അവനോട് ചെയ്ത് കൂട്ടിയത്, അവരിനി ഞാൻ ഈ വീട്ടിൽ കയറ്റുകയില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത്, നീ അത്ര വലിയ തീരുമാനം എടുക്കാൻ പറ്റും ചന്ദ്രേ, അവനെന്തായാലും ചെയ്ത് തെറ്റാന്ന് ഞാൻ പറയില്ല, കാരണം അവൻ അവൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, ഏത് ഭർത്താക്കന്മാരായാലും ഭാര്യയെ കുറ്റം പറഞ്ഞ് സഹിക്കാൻ പറ്റില്ല, അത് മാത്രമാണ് അവനോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് കഴിച്ച ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ സംസാരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് വരുന്നത്. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ദേഷ്യം ഇറക്കാനാവുന്നില്ല കേട്ടോ.
ചന്ദ്രയെ കാണുമ്പോഴത്തേക്ക് രണ്ടുപേരും ഒന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ടൊന്നും മിണ്ടാതെ തന്നെ അകത്തേക്ക് കയറി പോകാനിരുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, രണ്ടുപേരും അവിടെ നിന്ന് എങ്ങോട്ടേക്ക് കയറി പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, എന്താ വെച്ചാൽ വീട് മാറിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, നിങ്ങളിത് എങ്ങോട്ടേക്ക് കയറി പോകണം, നിങ്ങൾ ഈ വീട്ടിൽ ഇനി കാല് കുത്തരുത് എന്ന് നമ്മുടെ ചന്ദ്ര പറയുന്ന സമയത്ത് സച്ചി പറയുകയാണ്, ഓ ഇവിടെ തുടച്ചിട്ടിരിക്കുകയല്ലേ, വെറുതെ അല്ല ഇവിടെ കാല് കുത്തെന്ന് പറയുന്നത്. ശരി, ഞങ്ങൾ പുറത്തോടെ നിൽക്കാം, ഉണങ്ങിക്കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി വരാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ തമാശ പറയില്ല, അമ്മ സീരിയസ് ആയിട്ട് നിൽക്കുകയാണെന്ന് രേവതി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നത്, നീ എന്നെ കളിയാക്കാൻ നിൽക്കുവാണ്, ഞാൻ നിന്നോട് പറഞ്ഞു ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തരുതെന്നാണ്, ഈ വീട്ടിൽ നിങ്ങൾ എന്നേക്കായിട്ട് ഇറങ്ങിപ്പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര വലിയ വായിൽ ഒച്ചപ്പാടുണ്ടാക്കാണ്ട. ഈ ഒരു ഒച്ചപ്പാടും ബഹളം കേട്ടുകൊണ്ട് തന്നെ സുധിയും താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പം നമ്മുടെ സച്ചിയോട് രേവതിയോട് വീട് വിട്ട് പോകണമെന്നുള്ള ചന്ദ്രയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് സുധിക്കും ഭയങ്കര സന്തോഷമാവണം കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മേൻ്റെ ഇപ്പം ഞങ്ങളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഓ ഒന്നും നിനക്കറിയില്ലല്ലേ, നീ കാരണമല്ലേ അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്ര. ഞാൻ കാരണം അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അമ്മേ, മധുസൂദൻ വർഷയുടെ അച്ഛനായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്ന സമയത്ത്, നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നോ അവൾ ചടങ്ങിന് പോകുന്നതിന് മുന്നേ തന്നെ നിന്റെ ഭർത്താവിനെ അടക്കി ഒതുക്കി നിർത്തണം, അവൻ മൂലം ആ ചടങ്ങ് അലങ്കോലമാവെന്നൊക്കെ പറഞ്ഞല്ലായിരുന്നു, പക്ഷെ അതെല്ലാം നീ തെറ്റിച്ചു, നീ നിന്റെ ഭർത്താവിനെ എരിപിരി കയറ്റിവിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവളെ ഈ വീട്ടിലേക്ക് വർഷമോൾ ഈ വീട്ടിലേക്ക് തിരികെ വരാതിരിക്കാനായിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെയാണ് ചന്ദ്ര ചോദിക്കുന്ന നേരത്ത്, വർഷം ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്ന എനിക്കെന്താ കാര്യം അമ്മേ, ആ വർഷയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ്, അങ്ങനെയാണ് എനിക്ക് വർഷയെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നാൽ പോരെ എന്നൊക്കെ നമ്മുടെ രേവതി മറുപടി ചോദിക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ഉത്തരമില്ല കേട്ടോ അതിനൊന്നും. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, ഞാൻ പരമാവധി ശ്രമിച്ചതെന്നാണ് വെച്ചാൽ, പക്ഷെ അയാൾ രേവതിയെ പറ്റി അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. അത്രയും നേരം ഞാൻ ആരോടും തന്നെ ഒന്നും മിണ്ടിയില്ല, അതേ വേറെ രേവതിയോട് ചോദിച്ചു നോക്കുന്നു, രേവതിയോട് പോലും ഞാൻ മര്യാദയ്ക്ക് മിണ്ടിയില്ല, അതേ രീതിയിൽ സൈലൻ്റ് ആയിട്ട് നിന്നിരുന്നത് ഞാനായിരുന്നു, പക്ഷേ അവസാനം രേവതിയെ കള്ളിയാക്കുന്ന രീതിക്ക് വന്നപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത് എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്ക്, നീ ആരെ പ്രതികരിക്കാനായിരുന്നു, അത്രയും വലിയൊരു മനുഷ്യന് തല്ലേണ്ട കാര്യം നിനക്കുണ്ടായിരുന്നോ, അദ്ദേഹം ഒരു ബഹുമാനം അർഹിക്കുന്ന ആളല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധുസൂദനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട മഹിമ. ഇത് കേൾക്കുന്ന നേരത്തെ സച്ചി പറയുന്നുണ്ട്, ബഹുമാനം അർഹിക്കുന്ന ആൾ ആര്, അയാളോ, നോക്കുവാണെങ്കിൽ അയാളേക്കാൾ വലിയ മനുഷ്യൻ എൻ്റെ അച്ഛനാണ്, വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വലിയ മനസ്സുണ്ടാവണം, സഹായിക്കാനുള്ള ഒരു ബോധ്യം ഉണ്ടാവണം, അങ്ങനെയൊക്കെ ഉള്ളവരാണ് വലിയ മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അച്ഛനാണ് വലിയ മനുഷ്യൻ, അച്ഛൻ പറയുന്നതാണ് ഞാൻ കേൾക്കേണ്ടതുള്ളൂ, അയാൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്നായിരുന്നു മേടിച്ചതാണ്, എല്ലാ കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതാണെങ്കിലും അമ്മ ഈ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഭാര്യ ആര് കുറ്റപ്പെടുത്തി സംസാരിച്ചാലും അതെനിക്ക് ഇഷ്ടപ്പെടുകയില്ല. പിന്നെ നിങ്ങൾ കള്ളി എന്ന് പറഞ്ഞല്ലോ, ഈ കള്ളത്തരം കാണിക്കുന്ന രണ്ടുപേര് ഇവിടെ ഉണ്ടല്ലോ, ഒരുത്തനാണെങ്കിൽ പണവും മോഷ്ടിച്ചുകൊണ്ട് പോയി, അവൻ ഇപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്നു, മാത്രമല്ല ഒരുത്തിയാണെങ്കിലോ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയിട്ട് മിണ്ടില്ല, മാത്രമല്ല വീടിൻ്റെ ആധാരം പണയം വയ്ക്കാനായിട്ട് അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ ചെയ്യുന്നൊന്നും കള്ളത്തരമല്ല, എൻ്റെ ഭാര്യ ചെയ്യാത്ത കുറ്റത്തിന് കള്ളി അവൻ്റെ കാര്യവുമില്ല എന്നൊക്കെ പറയാണ്. ഇതൊക്കെ വെച്ചുള്ള സച്ചിയുടെ ഒരു സംസാരം ശ്രുതിക്കും നല്ല രീതിയിൽ തന്നെ കൊള്ളുന്നുണ്ട്. അതിനുശേഷം സച്ചി വീണ്ടും പറയുന്നുണ്ട്, പൂക്കടയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് അന്തസ്സായി ജീവിക്കുന്നവളാണ് എൻ്റെ ഭാര്യ, പോയിട്ടിട്ട് ഒരു രൂപ പോലും അവൾ കൂടുതൽ വാങ്ങിയിട്ടില്ല, അത്രയ്ക്ക് അഭിമാനമുണ്ട് എനിക്ക് ഇവളെ പറ്റി പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ചേർത്ത് നിർത്തുകയാണ് സച്ചി. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് രവിക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, വാ രേവതി എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാനിരിക്കുന്ന സമയത്ത് ചന്ദ്ര വേഗം മുന്നിൽ കയറി തടസ്സം നിൽക്കാട്ടെ, എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്കല്ല പുറത്തേക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇത്രയും നേരം തമാശ പറഞ്ഞാണെന്ന് നിനക്ക് തോന്നിയോ, നിങ്ങൾ രണ്ടുപേരും ഈ വീട് വിട്ട് ഇറങ്ങി പോകണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവി തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നത്, രവിയേട്ടനെ ഒന്നും പറയേണ്ട, രവിയേട്ടൻ അവിടെ വെച്ചാൽ ഇവന് വഴക്ക് പറഞ്ഞ് നിലയ്ക്ക് നിർത്തേണ്ടതല്ലായിരുന്നു, എന്നിട്ട് രവിയേട്ടൻ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല, ഇനി ഇവൻ ഈ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞിട്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് എന്നിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന കസേരയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് സുധിയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും അമ്മയും നല്ല ദേഷ്യത്തിലാണ്, തീർച്ചയായിട്ടും സച്ചി രേവതി ഇന്ന് പടി ഇറങ്ങും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുധിയും വളരെയധികം സന്തോഷത്തോടെ തന്നെ പറയുകയാണ്, ഇന്ന് തന്നെ ഈ രണ്ടുപേരും പടി ഇറങ്ങും, അമ്മ എന്തായാലും ഇതിൻ്റെ തീരുമാനം ഉണ്ടാക്കും എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും വളരെയധികം ആകാംക്ഷയോട് കൂടി തന്നെ സച്ചിയും രേവതി പടി ഇറങ്ങി പോകുന്നതിന് കാണാനായിട്ട് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചി രേവതിയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ചെല്ലുകയാണ്, കൂടെ തന്നെ രവിയും സുധിയും ഉണ്ടാവും കേട്ടോ. സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഓഹോ ഇതാണല്ലോ അമ്മയുടെ തീരുമാനം, ഓക്കെ എന്നാൽ ശരി, അമ്മ ഈ വീട്ടിൽ തന്നെ പൊക്കോ, ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖഭാവം വേഗം മാറും കേട്ടോ. പെട്ടെന്ന് തന്നെ സുധി പറയുന്നുണ്ട്, അല്ല അമ്മ എന്തിനാ വീട് വിട്ട് പോകുന്നത്, അത് അമ്മയുടെ വീടല്ലേ, പിന്നെ ഇവിടെ തെറ്റ് ചെയ്ത് നീയല്ലേ, അപ്പം നീയല്ലേ വീട് വിട്ട് പോകേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കള്ളത്തരം കാണിച്ച പലരും ഈ വീട്ടിൽ നിന്നിട്ട് അവരെല്ലാം ഈ വീട്ടിൽ സുഖിച്ച് ജീവിക്കുന്നില്ലേ എന്ന് നമ്മുടെ സച്ചി ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് കേൾക്കണ്ട, നിങ്ങളിപ്പോൾ ഈ വീട് വിട്ട് പോകണമെന്നൊക്കെ ഉറച്ച തീരുമാനം പറയുമ്പോഴത്തേക്കും സച്ചി വേഗം പറഞ്ഞുണ്ട്, ഓഹോ അതാണല്ലോ അമ്മയുടെ തീരുമാനം, ശരി ഞാൻ ഈ വീട് വിട്ട് പോകാം, രേവതി നിനക്ക് എന്തൊക്കെ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ വേഗം നിന്ന് പാക്ക് ചെയ്തെടുത്തോളം പറയട്ടെ. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, മോനെ സച്ചി നീ എന്തേ പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ കേട്ടില്ല, അമ്മയ്ക്ക് ഞങ്ങളിവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല, ഈ വീട് വിട്ട് പോകണമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയാണ്. അതിനുശേഷം രേവതിയോട് വീണ്ടും പറയുന്നുണ്ട്, രേവതി നീ എൻ്റെ നോക്കി നിൽക്കുന്നത്, വേഗം പോയി തുണിയൊക്കെ എടുത്ത് വെക്കാൻ പറയുന്ന സമയത്ത് നമ്മുടെ സുധിയും വളരെയധികം സന്തോഷത്തോടെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സമയം തന്നെ രവി പറയുന്നുണ്ട്, മോനെ സച്ചി നീ പോകരുത്, നീ അവളങ്ങനെ കോരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ അതൊന്നും കാര്യമാക്കരുത്
കാര്യമാക്കണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആര് പറഞ്ഞ് കാര്യമാക്കണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇവർ രണ്ടുപേരും വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് ചന്ദ്ര ഉറപ്പിച്ച് തന്നെ പറയുന്ന സമയത്ത് കേട്ടില്ല അച്ഛ, അമ്മയ്ക്ക് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഒരു കാര്യം ചെയ്യാം, രേവതി വേഗം ഡ്രസ്സ് എടുത്തു. അച്ഛനും കൂട്ടത്തിൽ തന്നെ ഡ്രസ്സ് എടുത്തു. അച്ഛൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വരികയാണെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഒന്ന് പതറുകയാണ്. ചന്ദ്ര മാത്രമല്ല ശ്രുതിയുടെ മുഖത്ത് സന്തോഷം മാറിപ്പോവാണ്. അതിനുശേഷം സച്ചി വീണ്ടും പറയും, അല്ലേ വേണ്ട, തുണിയൊന്നും എടുക്കണ്ട, നമുക്ക് ആവശ്യമുള്ള തുണികളെല്ലാം പുറത്തുനിന്ന് മേടിക്കാം. രവതി വാ, അച്ഛനും കൂടെ വായെന്നും പറഞ്ഞുകൊണ്ട് രവിയുടെ കയ്യിലും രേവതിയുടെ കയ്യിലും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി പടി ഇറങ്ങാൻ നിൽക്കുകയാണ്. രവി കൂടെ പോകാൻ ഒരുങ്ങുന്നു കേൾക്കുമ്പോഴേ ചന്ദ്ര ഒന്ന് പതറുകയാണ്. ചന്ദ്ര വേഗം ഇരുന്നോടത്തും ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ രവിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ പടി ഇറങ്ങാനൊരുങ്ങുകയാണ് നമ്മുടെ സച്ചി. ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.